ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്യുന്ന വിധമാണ് കേട്ടോ. ഇതൊരു സാരിയാണ്. ഈ സാരിയിൽ ഒരു കോട്ടൺ ഫാബ്രിക് വെച്ച് ഈ ഒരു ഡിസൈൻ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെന്ന് കാണാം. സോ ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതൊരു ചെക്കോട്ട സാരിയാണ്. ചെക്കോട്ട സാരി നോക്കുക, ഈ ഒരു കളർ സാരി ഒരു പീച്ച് ഷെയ്ഡാണ്. സോ ഇതിന് മാച്ചിങ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, കാന്ത കോട്ടൺ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ഫാബ്രിക്കാണ്. ഒരു കാന്ത ലൈൻസ് മാതിരിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബ്ലൗസിനും കൂടി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിത് ഈ ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ചൊരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 6 ഇഞ്ച് നീളം വരുന്ന രീതിയിൽ ഒരു സ്ട്രിപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇഞ്ച് എടുത്തതിന് ശേഷം ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ആ വേണ്ട ഡിസൈന് വേണ്ടിയിട്ടുള്ള ഓരോരോ മോട്ടിഫായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ തേരി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് അത്രയും കട്ടിയായിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ഇഞ്ച് വരുന്ന രീതിയിൽ, ടോട്ടൽ 4 ഇഞ്ച് വീതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് 2 ഇഞ്ച് വീതി ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഡിസൈൻ, നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബിന്ദി ഷേപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹാർട്ട് ഷേപ്പ് അല്ല, ഈ ഒരു രീതിയിൽ വരച്ച് ഞാൻ ആ പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ആ വർക്ക് അതിനാവശ്യമുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ സാരിക്ക് വേണ്ടി ചെയ്യുന്ന ഡിസൈൻ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിലേക്കും, കാരണം ഒരേ അളവിലായിരിക്കണമല്ലോ. സോ ഈ ഒരെണ്ണം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി പിന്നെ ഇത് വെച്ച് ബാക്കിയെല്ലാം വെട്ടുന്നത് ഒരു 3-4 എണ്ണം ഒന്നിച്ച് വെച്ച് അങ്ങ് വെട്ടിയെടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. കാരണം ഒരെണ്ണം വെട്ടി നമ്മളതങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത് വെട്ടാൻ പോകുമ്പോൾ ആ ഒരു കർവൊക്കെ ഒരേപോലെ ആവണമെന്നില്ല. സോ അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ വെട്ടാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് 1 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതേമാതിരി 1 ഇഞ്ച് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ്. ചെറിയൊരു ബിന്ദി മാതിരി ഉള്ളിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പെൻ വെച്ച് വരയ്ക്കുന്നത് അത്ര വിസിബിൾ ആവുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് എന്താ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതേമാതിരി വരയ്ക്കുക. അതിനുശേഷം ഏകദേശം ഇതിപ്പോൾ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. പിന്നീട് ഏകദേശം 1 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതേമാതിരി 4 ലൈൻസ് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അകത്ത് ഒരു ചെറിയ ബിന്ദി വരച്ചതിൻ്റെ അടുത്ത് എത്താത്ത രീതിയിൽ കട്ടിട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്യുക. അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഷേപ്പ് വരച്ചതിൻ്റെ അവിടെ കൂടിയും കട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷെ മൊത്തം കട്ട് ചെയ്ത് മാറ്റരുത്. അറ്റത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ ഒരു മാർക്ക് എടുത്തിട്ട് ഒരു സ്ലാൻഡായിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് കട്ടിങ് വരുന്നത്. ഇനി ഇത് നമുക്ക് സാരിയിൽ ഫിക്സ് ചെയ്യാം. സാരിയുടെ ബോർഡറിലാണ് കേട്ടോ ഞാനിതിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇതിങ്ങനെ ഇപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് എത്ര നീളം എത്ര വീതി, അത് എവിടെ തേരിന്ന് എത്ര പൊക്കത്തിൽ വെച്ചിട്ട് വേണം, അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നോക്ക്. ഇതിന് ഈ നൂലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് ഒരു ഒറ്റ സ്ട്രാൻഡ് ഓഫ് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിത് ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ലോങ് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കുത്തിപ്പോകുന്ന രീതിയിൽ ഒന്ന് കുത്തിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് സെൻറ്റേഴ്സിൽ മാത്രം, ഈ കട്ടിങ്സിൻ്റെ സെൻറ്റേഴ്സിൽ മാത്രം വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ച് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ അവിടെ സ്റ്റിക്കി ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ തുന്നേണ്ട ഭാഗത്ത് ഫാബ്രിക് ഗ്ലൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചു മാറ്റാനോ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനോ പറ്റില്ല. എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റണമെങ്കിൽ ഇത് തുന്നുന്നതാവുമ്പോൾ നമുക്ക് അതങ്ങോട്ട് അഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെറുതെ തുന്നി ഒന്ന് കൊടുക്കുന്നത് ഫസ്റ്റ് ഒന്ന്. അപ്പോൾ അതവിടെ പൊസിഷനിൽ ഇരുന്നോളും. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തുന്നുന്നതെന്ന് കാണാം.
തുന്നുന്നത് ഞാനിപ്പോൾ നോക്കുക ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു 3 mm ഫാബ്രിക് അല്ലെങ്കിൽ 2 mm ഫാബ്രിക് ഉള്ളിലോട്ട് പോകുന്ന രീതിയിലാണ് നമ്മളിത് തുന്നുന്നത്. ആദ്യം തന്നെ ഇതേമാതിരി ടിപ്പ് പോർഷനിൽ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കെട്ടിട്ടതിന് ശേഷം മാത്രം അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം അടുപ്പിച്ചടുപ്പിച്ച് ഹെമ്മിങ് ചെയ്യുക. ഹെമ്മിങ് എന്ന് പറയുമ്പോൾ ഇൻവിസിബിളായിട്ട്, അതായത് കുത്തുന്നത് കുറച്ച് ഭാഗം മാത്രം മുകളിൽ കാണുന്ന രീതിയിൽ കുത്തുക. പിന്നീട് ഇതേമാതിരി പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷൻ വരുന്നിടത്തൊക്കെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കുത്തി കൊടുക്കുക. പോയിൻറ്റഡ് അവിടെ പോയിൻ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കതങ്ങോട്ട് ഒന്ന് യൂസ്ഡായിട്ട് വരും. അത് ചെയ്യുന്നത് അങ്ങോട്ട് ശരിയായിട്ട് വരും. ആദ്യം ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങോട്ട് കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും വേഗം അങ്ങ് ഫോൾഡ് ആയി വരികയും അങ്ങ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ടിപ്പ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഇതേമാതിരി പോയിൻ്റ് ഫാബ്രിക്കിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഉള്ളിൽ പോകുന്ന രീതിയിൽ കറക്റ്റ് പോയിൻറ്റഡ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞ മാതിരി പോയിൻറ്റഡ് ആയിട്ടുള്ള ആ കൂർത്തിരിക്കുന്ന ഭാഗങ്ങളിൽ 1-2 പ്രാവശ്യം നമ്മളൊന്ന് കുത്തി തുന്നിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഇതേമാതിരി കൈവച്ച് ജസ്റ്റ് ഒന്ന് അകത്തോട്ടാക്കി കൊടുത്താൽ മതി. വലിയ സ്റ്റിക്കി അല്ലാത്ത ടൈപ്പ് പശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്ലൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇതിനകത്ത്. പക്ഷേ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഒന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റിക്കി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി തുന്നാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇച്ചിരി ഡിഫിക്കൽട്ട് ആവും അത് കുത്തി തുന്നാനായിട്ട്. പിന്നീട് ഇതേമാതിരി യു ഷേപ്പിലൊക്കെ വരുന്നത് ചെയ്യുമ്പോൾ നീഡിൽ വെച്ച് തന്നെ പതുക്കെ ഇപ്പുറത്തെ വശം ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഒരു വി ഷേപ്പിൽ കൊണ്ടുവരാനാണ്. എന്നിട്ട് ഈ സൂചി വെച്ച് തന്നെ ചെയ്ത് നോക്കുക, ഇതിൻ്റെ അകത്തോട്ടിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ ത്രെഡൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ശരിക്കും അടുത്തൂടി വെച്ച് തന്നെ അതങ്ങ് തുന്നി കൊടുക്കുക. ഇതിപ്പോൾ ഒരു വി ഷേപ്പാണ്, നമുക്കൊരു ഇൻവേർട്ടഡ് വി മാതിരി കൂർത്തിരിക്കുന്ന മാതിരിയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഇതും അങ്ങനെ അങ്ങോട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ബോർഡർ മൊത്തത്തിൽ ഈ വി ഷേപ്പ് കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കുക. പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഒരു 2-3 പ്രാവശ്യം കുത്തുക. പിന്നെ ഉള്ളിലോട്ട് വി ആയിട്ടിരിക്കുന്ന ഭാഗം നീഡിൽ വെച്ച് തന്നെ അതൊക്കെ ത്രെഡ് അകത്തോട്ടൊന്ന് ആക്കി വെച്ചിട്ട് തുന്നി കൊടുക്കുക. കുറച്ച് ഭാഗം ഇതേമാതിരി എക്സ്ട്രാ ഇരിക്കുന്ന തുണി അകത്തോട്ട് കൂടുതൽ ഫോൾഡ് ചെയ്യുന്നത് കൊണ്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. സോ ഇതേമാതിരി ഇത് നോക്കുക. ഞാൻ ഈ വി ഉള്ള ഷേപ്പെല്ലാം ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴും ത്രെഡ് എടുക്കാൻ നേരത്ത് ഉള്ളിലുള്ള കുത്തി തുന്നിയത് എൻ്റെ നിന്ന് അഴിഞ്ഞു പോയായിരുന്നു. അതാണത് വിട്ടുപോയത്. അത് ഞാനൊന്ന് കുത്തി തുന്നിയിട്ടുണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വേറെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതേമാതിരി നോക്കുക. ഈ ഒരു ഭാഗം ഔട്ട്ലൈൻ മൊത്തത്തിൽ നമ്മൾ ചെയ്തു. ഇനി ഇൻസൈഡ് ഉള്ളതാണ്. ഇൻസൈഡ് ഉള്ളതും ആ വി മാതിരി ഉള്ളത് നോക്കുക, അതങ്ങോട്ട് ചെയ്യുകയാണ്. ഇനിയുള്ളത് കംപ്ലീറ്റ് ഒറ്റയടിക്ക് നമുക്ക് ആ ഇൻസൈഡ് ഉള്ളത് മൊത്തം ഒറ്റ ഇതിനകത്ത് ചെയ്യാം, ഔട്ട്സൈഡ് ഉള്ളത് ഒറ്റ ഇതിനകത്ത്, അങ്ങനെയാണ് ചെയ്തു പോവുക. ഇനിയിപ്പോൾ ഇതിന് ഞാൻ വോയിസ് കൊടുക്കേണ്ട കാര്യം, ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ സ്പീഡിലാക്കുകയാണ്, ഇനിയിപ്പോൾ സ്പീഡിലായിട്ടാണ് കാണിക്കുന്നത്. കാരണം ചെയ്യേണ്ടതെല്ലാം ഹെമ്മിങ് തന്നെയാണ്. അത് പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഉള്ളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് അതിനകത്തുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ ഹാൻഡായിട്ട് ആപ്ലിക് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് മെഷീനിൽ ചെയ്ത ആപ്ലിക് വർക്കുകൾ ചെയ്യുന്നത് കുറച്ചും കൂടി ബലമുള്ളതും ഒക്കെ ആവും. പക്ഷേ അത് ശരിക്കും അറിയുമല്ലോ ആ ഒരു ബോർഡർ വെച്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഇങ്ങനെയുള്ള സ്റ്റൈലായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ആപ്ലിക് വർക്കുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ ഡിസൈൻസ്, പല മോട്ടീവ്സ് ഇതേമാതിരി ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ബോർഡേഴ്സ് ചെയ്യുന്നത്, നെക്കിൽ ചെയ്യുന്നതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ അങ്ങനെയുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഈ ഒരു രീതിയിലുള്ള ആപ്ലിക് വർക്കുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നോക്കുക, ഇത് ഞാൻ ആ ഉള്ളിലോട്ട് യു മാതിരി ഉള്ളത് ചെയ്യുന്നതാണ്, ഒന്ന് പ്രോപ്പറായിട്ട് കാണിക്കുകയാണ്. നീഡിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് ആക്കി കൊടുത്തിട്ട് അതങ്ങനെ കുത്തി തുന്നിയെടുത്താൽ മതി.
അതങ്ങ് കണ്ടിന്യൂസ് അതിന് ശേഷം അതായിട്ട് അങ്ങ് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇതിന് ഇതേമാതിരി ജസ്റ്റ് ഒന്ന് കൈവച്ച് കുറച്ചൊന്ന് ഇങ്ങനെ അകത്തോട്ട് ആക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഹെമ്മിങ് ചെയ്യുക. നമ്മൾ ബ്ലൗസിലൊക്കെ ഹെമ്മിങ് സൈഡിലൊക്കെ ഹെമ്മിങ് ചെയ്യണ മാതിരി വളരെ എന്താ പറയുക, അകത്തി അത്ര അകത്തരുത്, വളരെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം. കാരണം നമ്മളിതിങ്ങനെ കുറച്ച് ഭാഗമല്ലേ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല അത് ചെയ്യുന്ന മാതിരി നല്ല എന്താ പറയുക, ചെറിയ കുറച്ച് ഭാഗം കാണുന്നത് ബാക്ക് സൈഡിലായിരിക്കുമല്ലോ നമ്മൾ നോർമൽ ബ്ലൗസിലൊക്കെ ഹെമ്മിങ് ചെയ്യുമ്പോൾ. ഇത് പക്ഷേ നല്ല വശം, അതായത് കുറച്ച് ഭാഗം പോയിൻ്റായിട്ട് കാണുന്നത് മുകളിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ എവിടെ കുത്തി പൊക്കിയെടുക്കുന്നോ അവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുത്തിയിട്ട് കുറച്ച് മാറ്റി അടുത്ത് കുത്തിയെടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ഹെമ്മിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് നോക്കുക, അവിടെയുള്ള ഒരു പോയിൻ്റ് ഭാഗവും ഉള്ളിലോട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ഇത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് മാറിയിരുന്ന് കുത്തി തുന്നിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തിരിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു ശരിക്കും ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണിത്. എനിക്കങ്ങനെ തോന്നിയിട്ട് ഇപ്പോൾ ഈ ക്രോഷ്യ അങ്ങനെയുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള വർക്കായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു ലെഷർ ടൈം ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതേമാതിരി തന്നെയുള്ളൊരു ഇതാണ് കേട്ടോ ഇതും. എനിക്ക് ഇങ്ങനെയൊക്കെ പതുക്കെ ഇരുന്ന് വെറുതെ ഹെമ്മിങ് മാത്രമല്ലേ ഉള്ളൂ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പക്ഷേ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഇല്ല അത്. പിന്നീട് ഇതിന് മാച്ചിങ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഈ കാന്ത കോട്ടൻ്റെ ഇതാണ്. ഇതിന് പകരം നോർമൽ ഈ കാന്ത ലൈൻസ് ഇല്ലാത്ത ടൈപ്പ് ഫാബ്രിക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഈ ലൈൻസ് ഉള്ളതുകൊണ്ട് ഇതിനെയും കൂടി ശ്രദ്ധിച്ച് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി നല്ലത് എന്തായാലും മറ്റേതാണ്. പക്ഷേ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ളത് കിട്ടിയില്ല. ഈ സാരിക്ക് മാച്ചിങ് ആയിട്ട് വരണമല്ലോ കുറച്ച്. ഇപ്പോൾ ഞാൻ പോയ സമയത്ത് എനിക്കത് കിട്ടിയില്ലായിരുന്നു. ഉള്ളതിൽ ഇത് തന്നെ ഇതൊരു പ്രത്യേക ലുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഇത്. പക്ഷേ ഇത് കാന്ത ലൈൻസ് ആണെന്നുള്ളൊരു പ്രശ്നമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ലൈൻസ് ഉള്ളത് ഭംഗിയാണ്. ചെയ്യാൻ കുറച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർ നോർമൽ ഫാബ്രിക് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് ആവുക. അപ്പോൾ നോക്കുക, നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. തുടങ്ങിയത് ആ ഒരു ടിപ്പ് പോയിൻ്റ് വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. ആ പോയിൻ്റ് തുടങ്ങി ഒരു സൈഡിൽ നിന്ന് പിന്നീട് അതിൻ്റെ ഔട്ടർ ലൈൻ ബൗണ്ടറിയിൽ നമ്മൾ ആ വി ഷേപ്പ് ഇൻവെർട്ടഡ് വി ചെയ്തതിൻ്റെ അടിഭാഗത്തെ ബോർഡർ അങ്ങ് ചെയ്ത് തിരിച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഉള്ളിലത്തെ ലീഫ് ഡിസൈനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടെ വന്നതേ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ലീഫ് ഡിസൈൻ്റെ പാറ്റേൺ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡിസൈൻ. ഇനി ബാക്കി നമ്മൾ ആ കുത്തി തുന്നിയത് ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അഴിച്ച് കളയുക, എവിടെയൊക്കെയാണോ ആ ത്രെഡ് വെച്ചിട്ട്. സോ അതുകൊണ്ട് നമുക്ക് കാണുന്ന ഏതെങ്കിലും ത്രെഡ് വെച്ചിട്ട് അങ്ങോട്ട് കുത്തി തുന്നി എടുക്കുക. കെട്ടിടുകയൊന്നും വേണ്ട, കെട്ടിടാണ്ട് അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞത് കെട്ടിടുകയാണ് കേട്ടോ. അത് കെട്ടിടാണ്ടാണ് ഞാൻ വലിച്ചു കളയാൻ ശ്രമിച്ചത്. കെട്ടിയിട്ട് മാറ്റിയിട്ട് ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. സോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലായിട്ടാണ്. ഇതൊരു ചില നാടുകളിലുള്ള ട്രഡീഷണലാണ്. അപ്പോൾ ഞാനിത് മുന്താണിയുടെ ഭാഗത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. നോക്കുക, ഇതാണ് ഈ ഒരു ഡിസൈൻ. ഇതേപോലെ നമുക്ക് സാരിയിൽ ബോർഡറിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു കസ്റ്റമർ ഓർഡർ കിട്ടിയതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്